കുട്ടികളെ നമസ്കാരം. വരവ് ചെലവുകളെ പറ്റി അവശ്യം അറിഞ്ഞിരിക്കേണ്ടവ വിവരിച്ച് കഴിഞ്ഞു. ഇനി പാപങ്ങളും അവയുടെ പരിഹാരങ്ങളും ഇവയെ പറ്റിയാണ് ഉറവങ്കര നമുക്ക് പറഞ്ഞു തരുന്നത്. ഇതൊക്കെ ബ്രഹ്മചാരിയായിരിക്കുമ്പോൾ, അതായത് വിദ്യാർത്ഥി ആയിരിക്കുമ്പോൾ തന്നെ അറിഞ്ഞിരിക്കണം. കാരണം ഇത് കഴിഞ്ഞാൽ, ബ്രഹ്മചര്യം കഴിഞ്ഞാൽ പിന്നെ ഗൃഹസ്ഥാശ്രമമാണ്. അത് കഴിഞ്ഞാൽ വാനപ്രസ്ഥം, സന്യാസം, അങ്ങനെയുള്ള പഴയ രീതിയിലുള്ളത്. പഴയ പുതിയ ഗൃഹസ്ഥനും ഇതൊക്കെ ബാധകമാണ്. അപ്പോൾ ഒരു കുടുംബമായിട്ട് കഴിയുമ്പോൾ അവശ്യം അറിഞ്ഞിരിക്കേണ്ടതാണ് ഇതൊക്കെ. ബാലോപദേശത്തിലെ 2-ാം ഖണ്ഡത്തിലെ 27-ാം ശ്ലോകത്തിൽ പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ആ ശ്ലോകം ഒന്ന് നോക്കാം. പാപങ്ങളെന്ത്, പരിഹാരമതെന്ത്, ശുദ്ധവ്യാപാരമെന്തവയിലെന്തൊരു താരതമ്യം, ആപാദചൂടമറിയേണ്ടവയാണിതെല്ലാം, ഹാ പാമരന്റെ കഥയെന്ത് പരുങ്ങലല്ലേ. പാപങ്ങൾ എന്ത്, പരിഹാരം അത് എന്ത്, ശുദ്ധവ്യാപാരം എന്ത്, അവയിൽ ഒരു താരതമ്യം എന്ത്, ഇവ ആപാദചൂഡം അറിയേണ്ടവയാണ്, ഹാ പാമരൻ്റെ കഥ എന്ത് പരുങ്ങലല്ലേ എന്നാണ് അന്വയം വരിക. ഇപ്പം പാപങ്ങൾ എന്ന് പറഞ്ഞെങ്കിൽ ദോഷം, ദൈവവിരോധം വരുത്തുന്ന പ്രവൃത്തി, ഹിംസ മുതലായ ഒക്കെ പാപത്തിൽപ്പെടും. ഹിംസ, പൊളി പറയൽ, അത് തരം പ്രവർത്തിക്കൽ, അന്യന് ദോഷം വരുത്തുന്ന തരത്തിലുള്ള ഇതെല്ലാം ദോഷമാണ്. നമ്മൾ നേരത്തെ കണ്ടതാണ്. ദൈവവിരോധം വരുത്തുകയാണ് ഇതുകൊണ്ട് ചെയ്യുന്നത്. അതിനു പുറമെ പഞ്ചമഹാപാപങ്ങൾ എന്ന പ്രത്യേകിച്ച് ഗൃഹസ്ഥാശ്രമികളാവുന്നവർക്ക് ഉള്ള ഒരു ഇതുണ്ട്. അതാണ് ഈ ഗൃഹസ്ഥാശ്രമവും പ്രത്യേകം അറിഞ്ഞിരിക്കേണ്ട അത് പഞ്ചപാപങ്ങൾ എന്തൊക്കെയാണ്? അടുപ്പ് തീ കത്തിക്കുക, അത് കൂടാണ്ട് കഴിയില്ല. അപ്പം അതിൽ ചില പ്രാണികളോ എറുമ്പോ അതുമാതിരിയുള്ള കൃമികളോ ഒക്കെ പെടാൻ സാധ്യതയുണ്ട്. കാരണം ഭക്ഷണം ഇവിടെ ഉണ്ടാവും, ഭക്ഷണത്തിൻ്റെ അംശങ്ങളൊക്കെ അവിടെ ഉണ്ടാവും. അപ്പോൾ എറുമ്പോ അതുമാതിരിലൊക്കെ വരാം. അപ്പോൾ തീ കത്തിക്കുമ്പോൾ അതിൽ ചാവാം. അതുപോലെ മുറം കൊണ്ട് ചേറുമ്പോൾ അതിലിപ്പോൾ കുറുഞ്ചാത്തനോ അതുപോലുള്ള പ്രാണികളൊക്കെ ഉണ്ടാവുമല്ലോ, അതിനെ വേറെയാക്കും. വേറെ അതിനെ കൊല്ലില്ല, വെറുതെ എടുത്ത് കളഞ്ഞാൽ തന്നെ അത് ഒറ്റയ്ക്കാവുമ്പോൾ അത് ചാവാനുള്ള സാധ്യത കൂടുതലുണ്ട്. പിന്നെ ഉരുളിലും അതെ, നെല്ലോ ഇതൊക്കെ ഇട്ട് ഇടിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ പ്രാണികൾ പെടാം, അതും പാപമാണ്. പിന്നെ ചൂല് എടുത്തടിച്ചു വരിക, അതിലും ഇവർ അങ്ങനെ മാറാല അടിക്കുമ്പോൾ അതിലിടയ്ക്ക് ഒരു 8 കാലി പെട്ടു എന്ന് വരാം. നിലത്തെ കരട് അടിക്കുമ്പോൾ നമ്മൾ ചെറിയ പ്രാണികളൊക്കെ ഹോക്കി കളിക്കണ മാതിരി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തട്ടി അതിനെ കൊന്നു എന്ന് വരാം. അപ്പോൾ അതെല്ലാം പഞ്ചമഹാപാപം എന്നാണ് പണ്ട് പറയാം. ഇതൊക്കെ ചുരുങ്ങിയത്, ഒരു ഗൃഹസ്ഥാശ്രമിക്ക് വേണ്ട ചുരുങ്ങിയ സംഗതികളാണ്. അത് ഒക്കെ പാപമാണ്. അപ്പോൾ ഇത് ഒഴിവാക്കാൻ പറ്റുമോ? വേണ്ട, ഞാൻ ഗൃഹസ്ഥാശ്രമം സ്വീകരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ പറ്റില്ല. കാരണം ഭാവി തലമുറകൾ ഉണ്ടാവണമെങ്കിൽ ഗൃഹസ്ഥാശ്രമം ഉണ്ടാവണം. അത് മാത്രമല്ല, മറ്റുള്ള അതായത് ബ്രഹ്മചാരി, വാനപ്രസ്ഥനും സന്യാസിക്കും അവർ വന്നാൽ ഭിക്ഷ കൊടുക്കുക, അവർക്ക് ഭക്ഷണം കൊടുക്കുക എന്നുള്ളത് ഗൃഹസ്ഥാശ്രമ ചുമതലയാണ്. പിന്നെ അതിഥികൾ വന്നാൽ അവർക്കും കൊടുക്കണം യഥാശക്തി. അപ്പോൾ ഗൃഹസ്ഥാശ്രമം ഒഴിവാക്കാനും പറ്റില്ല, അപ്പോൾ ഈ പാപങ്ങൾ ചെയ്യാതിരിക്കാനും പറ്റില്ല. അപ്പോൾ പിന്നെ ആകെ ഒരു വഴി അതിന് പരിഹാരം ചെയ്യുക എന്നുള്ളതാണ്. അതാണ് കവി പറയുന്നത്. പാപങ്ങൾ എന്താന്ന് പറഞ്ഞതിന് ശേഷം പരിഹാരം അതെന്ത്, ഇതിനൊക്കെയുള്ള പ്രായശ്ചിത്തങ്ങൾ. ആ പ്രായശ്ചിത്തം എന്താണ്? അത് ധർമ്മശാസ്ത്രങ്ങളിൽ
നോക്കിയാൽ കാണാൻ പറ്റും. ഈ പഞ്ചപാപങ്ങൾക്ക് ഉള്ള പരിഹാരമായിട്ട് പറയണത് അധ്യാപനം ബ്രഹ്മയജ്ഞം, പിതൃയജ്ഞം തു തർപ്പണം, ഹോമോ ദൈവോർ ബലിർ ഭൗതോ നൃയജ്ഞോതിഥി പൂജനം. അങ്ങനെ 5 യജ്ഞങ്ങൾ ചെയ്യുക. അതാണ് ഒന്ന് ബ്രഹ്മയജ്ഞം, അത് അധ്യാപനമാണ്. പിന്നെ പിതൃയജ്ഞം എന്ന് പറയണമെങ്കിൽ ഇത് നിത്യതർപ്പണം ചെയ്യുക. പിന്നെ ഇടയ്ക്ക് ശ്രാദ്ധം മുതലായവ കൊണ്ട് പിതൃക്കളെ പൂജിക്കുക. അതൊരു യജ്ഞം തന്നെയാണ് ഈ പാപം നിവാരണത്തിന് വേണ്ടിയിട്ട്. പിന്നെ ദൈവങ്ങൾക്ക് ഹോമം, പിന്നെ ഭൂതങ്ങൾക്ക് ബലി. ഭൂതങ്ങൾ എന്ന് പറഞ്ഞപ്പോൾ പ്രാണികൾ, ചിലതിൽ മീനൂട്ട് ഉണ്ടതുണ്ട്, കാക്കയ്ക്ക് ഭക്ഷണം കൊടുക്കുക. ഇതുമാതിരിയുള്ള ഇതൊക്കെ ഭൂതബലി, അതും ഈ പാപനിവാരണത്തിനുള്ളതാണ്. അതുപോലെ നൃയജ്ഞോ അതിഥി പൂജനം, മനുഷ്യന്മാർക്ക് വേണ്ടിയുള്ള യജ്ഞം, അതാണ് അതിഥി പൂജനം. അപ്പോൾ ഇതൊക്കെ നിത്യം ചെയ്യേണ്ട കർമ്മങ്ങളാണ്. കാരണം ഈ പഞ്ചപാപങ്ങൾ ആദ്യം ചെയ്തു കഴിഞ്ഞു, വെളിച്ചാമ കാലത്ത് ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെയൊക്കെ പ്രതിവിധിയായിട്ട് അന്നം തന്നെ ഇതൊക്കെ ചെയ്യേണ്ടതാണ്. എന്നാലാണ് ആ പാപ നിവാരണം വരുള്ളൂ എന്നാണ് കവി പറയുന്നത്. അത് കഴിഞ്ഞാൽ ശുദ്ധവ്യാപാരമെന്താ, ശുദ്ധമായിട്ടുള്ളത്, അതായത് പാപം ഇല്ലാത്ത മോശമല്ലാത്ത നല്ല വൃത്തിയും വെടുപ്പുള്ളതുമായിട്ടുള്ള വ്യാപാരം. കച്ചവടം, ചേഷ്ട, പ്രവൃത്തി എന്നൊക്കെ അർത്ഥമുണ്ട്. അപ്പം അതിൽ ശുദ്ധമായിട്ടുള്ള പ്രവൃത്തികൾ, കാരണം അതിനെ പറ്റിയിട്ട് കച്ചവടത്തിനെ പറ്റിയിട്ടാവില്ല ഇവിടെ പറയണത്. പ്രവൃത്തികൾ, ശുദ്ധമായിട്ടുള്ള പ്രവൃത്തികൾ അതെന്താണ്, അതായത് ചുരുക്കത്തിൽ എന്ത് ചെയ്യണം, എന്ത് ചെയ്യരുത്, അതിൻ്റെ ഗുണദോഷങ്ങൾ അറിഞ്ഞ ഓരോ പ്രവൃത്തിയുടെയും ഗുണദോഷങ്ങൾ അറിഞ്ഞിട്ട് വേണം പ്രവർത്തിക്കാൻ എന്നർത്ഥം. അതാണ് അവയിൽ എന്തൊരു താരതമ്യം അന്ന് കമ്പയർ ചെയ്തിട്ട് ഏതാണ് കൂടുതൽ നല്ലത് ഏതാണ് മോശം എന്നൊക്കെ നോക്കിയിട്ട് വേണം എന്നർത്ഥം. അതിന് വിദ്യാഭ്യാസം നേടിയേ തീരൂ. അതിൽ വിദ്യാഭ്യാസം ഇല്ലാച്ചാൽ അയാൾ പാമരൻ ആവും. അപ്പോൾ പാമരൻ്റെ കഥ മഹാപരുങ്ങൽ. പരുങ്ങൽ എന്ന് പറഞ്ഞാൽ എന്താ, എന്ത് ചെയ്യണം എന്നറിയാതെ വ്യസനിച്ച് പരിഭ്രമിച്ച് ഇരിക്കുന്ന ഒരവസ്ഥ. അതാണല്ലോ സ്വാഭാവികമായിട്ട് വരിക. ഇതാണ് കവി പറയുന്നത്. അപ്പോൾ ചുരുക്കത്തിൽ കുട്ടികളെ നിങ്ങൾ പാപങ്ങൾ എന്താണെന്നും അതിൻ്റെ പരിഹാരക്രിയ എന്താണെന്നും മനസ്സിലാക്കി ശുദ്ധമായുള്ള പണികൾ എന്താണോ അതുമാത്രം ചെയ്ത് അതിൻ്റെ ഏറ്റക്കുറച്ചുകൾ മനസ്സിലാക്കിയ ശേഷം അത് ചെയ്യുക. ഇതെല്ലാം അടിമുടി അറിഞ്ഞിരിക്കണം. അതാണ് ആപാദചൂട്. ഇതെല്ലാം അറിഞ്ഞിരുന്നാലാണ് അതിന് പാണ്ഡിത്യം നേടുക എന്ന വഴിയുള്ളൂ. പാമരനായിരുന്നാൽ പരിഭ്രമിക്കേണ്ടി വരും എന്നർത്ഥം. നമുക്ക് ഈ ശ്ലോകം ഒന്നുകൂടി ചൊല്ലാം. പാപങ്ങളെന്ത് പരിഹാരമതെന്ത് ശുദ്ധവ്യാപാരമെന്തവയിലെന്തൊരു താരതമ്യം ആപാദചൂടമറിയേണ്ടവയാണിതെല്ലാം ഹാ പാമരൻ്റെ കഥയെന്ത് പരുങ്ങലല്ലേ. ഇതാണ് കുട്ടികളെ ഗുരുപദേശത്തിൻ്റെ മഹിമ. നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത് എന്താണ് എന്ന് മനസ്സിലാക്കി അവ പറഞ്ഞു തരും ഭാവി നന്മയ്ക്ക് വേണ്ടി. ഇത് നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തുക വേണ്ടു. ഇന്ന് ഗൃഹസ്ഥ ആശ്രമിയുടെ ജീവിതത്തിൽ കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതിനനുസരിച്ച് മേൽപ്പറഞ്ഞ പാപങ്ങൾ കുറേയിലെ കൂടിയിട്ടേ ഉണ്ടാവുള്ളൂ. അവയെന്ന് കണ്ടുപിടിച്ച് ഉചിതമായ പരിഹാരക്രിയകൾ കാലോചിതമായിട്ട് ഉള്ളത് ചെയ്യാൻ മനസ്സിരുത്തിയാൽ മതി. അതാണ് നമുക്ക് ഇതിൽ ചെയ്യേണ്ടത്. ഈ കവിയുടെ ഉപദേശം നമുക്ക് ഏറ്റെടുത്ത് നടത്താൻ നോക്കാം. ബാക്കി അടുത്ത ദിവസമാവട്ടെ. എല്ലാവർക്കും നമസ്കാരം.